നമ്മുടെ സിംഗപ്പൂർ യാത്രയിലെ ആദ്യത്തെ ദിവസം, അതായത് നമ്മൾ 5 ദിവസത്തെ ട്രിപ്പ് പോയതിൽ ആദ്യത്തെ ദിവസത്തിൽ രണ്ടാമത് കയറിയ അട്രാക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ ആദ്യത്തെ അട്രാക്ഷനായിട്ടുള്ള ഒരു ഫ്ലവർ ഡോം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഈ ചാനൽ പറയാൻ കാരണം നമ്മളവിടെ കണ്ട ചെടികളുടെ ഇഷ്ടംപോലെ ടൈപ്പ് ചെടികളുടെ വിശേഷങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചാനൽ പറയുന്നത്. അപ്പോൾ രണ്ടാമത് കയറിയ ക്ലൗഡ് ഫോറസ്റ്റും വ്യത്യസ്തമൊന്നുമല്ല, അതിനകത്ത് ഫുള്ള് ചെടികളാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇത് രണ്ട് സിംഗപ്പൂരിലുള്ള മേജറായിട്ടുള്ള അട്രാക്ഷൻസ് ആണ്. രണ്ട് ഗ്രീൻ ഹൗസസ് ആണ്, ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ഗ്രീൻ ഹൗസസ് ആണ്. അതിനകത്ത് ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ലോകത്ത് പല സ്ഥലങ്ങളിൽ കാണുന്ന പല ടൈപ്പ് പ്ലാന്റ്സ്, ഇത് കാക്ടസ് തൊട്ട് ഫേൺസ് തൊട്ട് എല്ലാ ടൈപ്പ് പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ അവയ്ക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം സജ്ജമാക്കിയ ഒരു എൻവയോൺമെൻറ്റ് ഇതിനകത്ത് സൃഷ്ടിച്ചിട്ടാണ് ഈ പ്ലാന്റ്സ് ഒക്കെ വെച്ചിരിക്കുന്നത്. ഈ ക്ലൗഡ് ഫോറസ്റ്റിലേക്കുള്ള എൻട്രി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 68 സിംഗപ്പൂർ ഡോളേഴ്സാണ്. അതായത് നമ്മുടെ 4500 രൂപയ്ക്ക് അടുത്ത് വരും. പക്ഷേ അത്രത്തോളം അതിനകത്ത് കാണാനുണ്ടെന്ന് തന്നെയാണ് പറയാനുള്ളത്. തികച്ചും ഒരു മാജിക്കലായിട്ടുള്ള വേൾഡ് തന്നെയാണിത്. നമ്മുടെ ടിക്കറ്റൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ ഫോണിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള QR കോഡ് സ്കാൻ ചെയ്ത് നേരെ കയറിയപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. കണ്ടില്ലേ, ഇത് ഇൻഡോറായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു വെള്ളച്ചാട്ടമാണ്. ലോകത്തിലെ ഏറ്റവും ഹൈറ്റുള്ള ആർട്ടിഫിഷ്യൽ ഇൻഡോർ വാട്ടർഫാളാണ് ഇത്. ഇതിൻ്റെ ഹൈറ്റ് 35 മീറ്റേഴ്സാണ്. ഇത്രയും ഉയരത്തിൽ നിന്ന് വെള്ളം വീഴുമ്പോഴുള്ള സൗണ്ടും പിന്നെ അതിൻ്റെ സൈഡിൽ നിന്ന് നല്ല ശക്തമായിട്ട് തന്നെ ആർട്ടിഫിഷ്യലായിട്ട് കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചേർന്നിട്ട് നമുക്കിത് കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു വെള്ളച്ചാട്ടം എടുത്ത് തോന്നത്തേയില്ല. നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ കാണുന്ന നാച്ചുറൽ വാട്ടർഫാളിൻ്റെ അതേ ഫീൽ തന്നെയാണ്. നമ്മൾ പോയത് വൈകുന്നേരമാണ്, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ വെയിലൊക്കെ മങ്ങി വരുന്ന സമയപ്പോഴേക്കും അവർ ലൈറ്റൊക്കെ ഇട്ടു, കളർഫുൾ ലൈറ്റൊക്കെ ഇട്ടു. അപ്പോൾ നല്ല ഭംഗിയാണ്. ഈ വരുന്ന ശക്തമായ കാറ്റും പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന മിസ്റ്റും പിന്നെ ഇത് അത്യാവശ്യം എയർ കണ്ടീഷൻഡാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴേക്കും ഇതിനകത്ത് വരിക്കുന്ന പ്ലാന്റ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയൽ ടെമ്പറേച്ചറും ക്ലൈമറ്റുമാണ് ഇതിനകത്ത് ഫോം ആവുന്നത്. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ജാക്കറ്റ് കൊണ്ടുപോകാം. പിന്നെ ഇച്ചിരി ഈർപ്പമുണ്ട് നന്നായിട്ട്. അങ്ങനെയാണെങ്കിൽ റെയിൻകോട്ടും കൊണ്ടുപോകാം അതിനകത്ത് കയറുമ്പോഴേക്കും. നമ്മളെയും അതുപോലെ തന്നെ ഒരുപാട് പേരെ അട്രാക്റ്റ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ട്രീ ആണ് ഈ കാണുന്നത്. ഇത് കാശ്മീരി സൈപ്രസ് ആണ്. അതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല തിരക്കായിരുന്നു. പിന്നെ അത് തൊട്ടടുത്ത് തന്നെ എൻ്റെ ഓർക്കിഡ്സിൻ്റെ ഒക്കെ നല്ലൊരു കളക്ഷൻ, ഇഷ്ടംപോലെ ഓർക്കിഡ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു പ്ലേസ്. അതിന് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഡിഫറെൻറ്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ്. അതിൻ്റെ ഔട്ടർ സ്ട്രക്ചറിൽ ഫുള്ളാണ് പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റും, ഇതിൻ്റെ ടോപ്പ് വരെ പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ലിഫ്റ്റ് ഉണ്ട്. നമ്മളെ വരിയായിട്ട് ലിഫ്റ്റ് കയറ്റി ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് പിന്നെ ഓരോരോ സ്റ്റെപ്പായിട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങി വരാം. ഓരോരോ ലെവലിലെത്തുമ്പോഴേക്കും ഓരോരോ അട്രാക്ഷൻസാണ് അതിനകത്ത്. ഏറ്റവും ടോപ്പിൽ നോക്കുമ്പോഴേക്കും ഇത് ഇങ്ങനെ ഒരു ഗാർഡനാണ്. അതിനകത്ത് മിക്കവാറും കാണുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം ഈ ഒരു ടൈപ്പ് എരബിഡിയൻ ചെടികളാണ്. പല ടൈപ്പ് എരബിഡിയൻ ചെടികൾ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്. വലിയ ഫ്ലവേഴ്സ് തൊട്ട് വളരെ ചെറിയ ഫ്ലവേഴ്സ് വരെ വരുന്ന രീതിയിലുള്ള കാർണിവേറസ് പ്ലാന്റ്സ് ഉണ്ട്. തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ പിടിച്ച് വിഴുങ്ങുമെന്നുള്ളത് തോന്നുന്ന അത്രയും വലിയ പ്ലാന്റ്സ് വരെ ഇതിനകത്തുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ പല ലെവലിൽ പോകുമ്പോഴേക്കും അവിടെ നിന്നെല്ലാം പുറത്തേക്ക് ബ്രിഡ്ജസ് ഉണ്ട്. അത്യാവശ്യം നല്ലവണ്ണം വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന ബ്രിഡ്ജസിൽ നമുക്ക് ഇറങ്ങി നോക്കുമ്പോഴേക്കും ഇതിൻ്റെ വാട്ടർഫാളിൻ്റെ വ്യൂവും താഴോട്ടുള്ള വ്യൂ ഒക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കാണാം. നമ്മൾ എയറിലൂടെ നടന്നു പോകുന്നൊരു ഫീലാണ്. കണ്ടില്ലേ, മറ്റൊരു ലെവലിൽ നമ്മൾ കണ്ട അട്രാക്ഷനാണ് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു റൂം. ഇതിനകത്ത് ചുവരിലും തറയിലും ഒക്കെ ഇമേജസ് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നടക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഫുഡ് സ്റ്റെപ്പിനനുസരിച്ചൊക്കെ ഇൻട്രാക്റ്റ് ചെയ്യും. ചില പോയിന്റിലൊക്കെ ചവിട്ടുമ്പോഴേക്കും ഇതിൻ്റെ ചുവരുകളിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺസ് ഒക്കെ വരുന്നുണ്ട്. കൊച്ചു പിള്ളേർക്ക് മ്യൂനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഗെയിം തന്നെയായിരുന്നു. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു അവർ. ഈ കാണുന്നത് സ്കാലക്റ്റൈറ്റാണ്. അതായത് കേവ്സിനകത്തൊക്കെ വർഷങ്ങളായിട്ട് റൂഫിൽ നിന്ന് വെള്ളം ഏറ്റിട്ട് വീഴുമ്പോഴുണ്ടാകുന്ന കാൽഷ്യം ഡെപ്പോസിറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ല കളക്ഷൻ അതിനകത്തുണ്ട്. ഒരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എക്സ്പീരിയൻസ് എല്ലാം കണ്ട് നമ്മൾ താഴെ വരുമ്പോഴേക്കും അവിടെ ഒരു സീക്രട്ട് ഗാർഡൻ എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട്. അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ലെൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലെൻസിലൂടെ നോക്കുമ്പോഴാണ് ശരിക്കും അതിനകത്തുള്ള മാജിക് നമുക്ക് കാണാൻ പറ്റുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഓർക്കിഡ്സിൻ്റെ കളക്ഷൻസാണ് ഇത്. അതിൻ്റെ ഫ്ലവറൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ വേണ്ടിയിട്ട് അതിൽ ഫോക്കസ് ചെയ്ത് ലെൻസ് വെച്ചിട്ടുണ്ട്. അതിലൂടെ നോക്കുമ്പോൾ മാത്രമേ ഇതിനെ നമുക്ക് നേരെ കാണാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, ഒരു 7 ടൈപ്പ് ഏറ്റവും ചെറിയ ഓർക്കിഡ്സ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മൈക്രോ ക്ലൈമറ്റ് അവിടെ ഫോം ആയിട്ടുമുണ്ട്.
അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഗാർഡൻസ് ബൈ ദ ബേയിൽ അവിടെയുള്ള ട്രീ സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ, അതിനകത്ത് ലൈറ്റ് ഷോ തുടങ്ങേണ്ട സമയമായിട്ടുണ്ടാവും. 7:45 8:45 സമയത്തൊക്കെയാണ് അതിൽ ലൈറ്റ് ഷോ വരുന്നത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മെറ്റലിലുള്ള കുറേ മരങ്ങളുടെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനകത്തൊക്കെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്, ഒപ്പം ലൈറ്റ്സും വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ചധികം സ്ട്രക്ചേഴ്സ് ഉള്ള ഒരു ഏരിയയാണ് ഈ ഗാർഡൻസ് ബൈ ദ ബേ. ഏതായാലും നമ്മൾ അങ്ങോട്ട് പോയി. ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് ടയേർഡായി, നല്ല വിശപ്പുണ്ടായിരുന്നു. ആ സമയത്തേക്ക് നമ്മളെ പിക്ക് ചെയ്യേണ്ട വണ്ടി വന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലേക്കാണ്. ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ചൈനീസ് കൈൻഡ് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് സാധാരണ ഒരു ഹോട്ടലിലാണ് പോയത്. കൂടുതലും ഫിഷൊക്കെ ചേർത്തിട്ടുള്ള വെറൈറ്റീസാണ്. പക്ഷേ അതിൽ നമുക്ക് കണ്ടിട്ട് ഒരുവിധം ഓക്കെ ആയിട്ടുള്ള കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചു. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയും ആയപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ഡേയിലുള്ള കറക്കങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഡേ, തേർഡ് ഡേയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിനി നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം.